നമസ്കാരം. ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമേതെന്ന് ചോദിച്ചാൽ അത് അമേരിക്കയാണെന്ന് നമുക്ക് ഉറക്കെ വിളിച്ചു പറയാൻ പറ്റും. ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ഭരണാധികാരി ആരെന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ആണെന്ന് പറയാൻ പറ്റും. എന്നാൽ ആ ഡൊണാൾഡ് ട്രംപ് ഒരു വെറും ഭ്രാന്തനാണ് എന്നുള്ള കാര്യം ഇന്ന് ലോകം മാത്രമല്ല അമേരിക്കയിലെ ജനങ്ങളും അംഗീകരിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം എടുക്കുന്ന തീരുമാനങ്ങൾ ഏത് സമയത്ത് എങ്ങനെയായിരിക്കുമെന്ന് ആർക്കറിയില്ല. ഇന്ത്യയിലെ തീരുവ പ്രഖ്യാപിക്കുന്നത്, ചൈനയുടെ തീരുവ പ്രഖ്യാപനം, പിന്നെ കുറയ്ക്കുന്നത്, ഇതേപോലെയാണ്. യുദ്ധത്തിൻ്റെ കാര്യം കളിതമാശ മാതിരിയാണ് അദ്ദേഹത്തിൻ്റെ രീതി. അദ്ദേഹം ഇസ്രയേലിനോടൊപ്പമാണ് ഹമാസിനെ തീർക്കാൻ വേണ്ടി ഇറങ്ങിയത്. പെട്ടെന്ന് ഒരു ദിവസമാണ് ഇറാനെ ആക്രമിച്ച ആ രാജ്യത്തിൻ്റെ പരമാധികാരിയായ ആയത്തുള്ള ഖമനിയെ കൊലപ്പെടുത്തിയത്, അതുപോലെയുള്ള പ്രമുഖരായ ആളുകളെ കൊലപ്പെടുത്തിയത്. പെട്ടെന്നുള്ള ആക്രമണം വഴി അവർ കൃത്യമായി തന്നെ ഇവരെ കൊല്ലാൻ കഴിഞ്ഞു. പിന്നീട് കണ്ടത് നമ്മൾ ഇറാൻ്റെ തിരിച്ചടിയാണ്. ലോകത്ത് അമേരിക്കയ്ക്ക് ഇത്രയും തിരിച്ചടി കിട്ടിയ ഒരു യുദ്ധമുണ്ടായിട്ടില്ല. ഇസ്രയേൽ പോലും ഞെട്ടിവറച്ചു പോയി. പശ്ചിമേഷ്യ മുഴുവൻ കലുഷിതമായി. പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളായ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം തന്നെ അമേരിക്കൻ താവളങ്ങൾ ലക്ഷ്യമാക്കി ഇറാൻ്റെ മിസൈലുകൾ പറന്നുയർന്നു. പല സ്ഥലത്തും അത് കൃത്യമായി കൊണ്ടു. എന്തിന് ഇസ്രയേലിൻ്റെ ടെലവീവിലും അതേപോലെയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കൃത്യമായി ലക്ഷ്യത്തോടു കൂടിയിട്ട് അവരുടെ എയർ ഡ്രോം എല്ലാം തകർത്തുകൊണ്ട്, അവരുടെ ഡിഫൻസ് എല്ലാം തകർത്തുകൊണ്ട് ഇറാന് ആക്രമിക്കാൻ പറ്റി. ഇത് ആ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയായിരുന്നു. അങ്ങനെ നിൽക്കുമ്പോഴാണ് കൃത്യമായി ഇറാൻ ഹോർമിസ് കടലിടുക്ക് ബന്ധിച്ചതും അതുകൂടെയുള്ള യാത്രകൾ, കപ്പലുകളെ അവരുടെ നിയന്ത്രണത്തിലാക്കിയതും. ഹോർമിസ് കടലിടുക്ക് അവരുടെ കൈവശത്തിലാക്കിയതോടുകൂടി കൃത്യമായി അതിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്തിയോടെ ലോക രാജ്യങ്ങൾ ഒന്നാകെ ബുദ്ധിമുട്ടി. എണ്ണയ്ക്ക് തീപിടിച്ച വില കയറാൻ തുടങ്ങി, ക്രൂഡ് ഓയിലിന് വില കുതിച്ച് കയറാൻ തുടങ്ങി. ഈ എല്ലാ രാജ്യങ്ങളും ഇത് ഒരേപോലെ അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞു. ഇറാനോടൊപ്പം റഷ്യയും ചൈനയും ചേർന്നതോടുകൂടി ചേരി തിരിഞ്ഞ് യുദ്ധം മുന്നോട്ട് പോകുന്നതായി നമ്മൾ ഫീൽ ചെയ്തു. ഒരു ലോകമഹായുദ്ധത്തിന് നമ്മൾ ചെവിയോർത്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ട്രംപ് എന്ത് ചെയ്തു? ഇടയ്ക്കിടയ്ക്ക് ആ സമാധാന കരാർ കൊണ്ടുവന്നു, യുദ്ധം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപിച്ചു. അങ്ങനെ ഓരോ തവണയും പ്രഖ്യാപിക്കും, വീണ്ടും ആരംഭിക്കും. ഹോർമിസ് കടലിടുക്കിൽ വലിയ പ്രശ്നമുണ്ടാക്കും. പുതിയ ജലപാതയിലൂടെ, അതായത് ഹോർമിസ് കടലിടുക്കല്ലാതെ വേറെ ജലപാതയിലൂടെ സൗദി അറേബ്യയുടെയും അതേപോലെ UAEയുടെയും ഖത്തറിൻ്റെയും ഷിപ്പുകൾ പോയതോടെ അവരെ മിസൈൽ ഉപയോഗിച്ച് ഇറാൻ ആക്രമിച്ചത്. വീണ്ടും 90 ഇടങ്ങളിലാണ് അമേരിക്ക ആക്രമിച്ചത്. എന്നാൽ അത് ആക്രമിക്കുന്നതിന് 100 ഇരട്ടി ശക്തിയിലാണ് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴിതാ ഏറ്റവും പുതിയ വിവരം വന്നത്, അമേരിക്ക സമാധാന കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ഇറാനുമായിട്ടുള്ള യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നു. അവർ സമാധാന കരാർ ജനീവയിൽ വെച്ച് ഒപ്പിടാൻ പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ്. ഇതിൽ എത്രമാത്രം വിശ്വസിക്കാമില്ല എന്ന് നമുക്കറിയില്ല. പക്ഷെ അതിലപ്പുറത്തെ വിശ്വസിക്കാവുന്ന ഒരു വാർത്ത പുറത്തുവിട്ടിരിക്കുകയാണ്. മൊസാദ് പുറത്തുവിട്ട വാർത്ത, ട്രംപിനെയും നെതന്യാഹുവിനെയും കൊല്ലാൻ വേണ്ടി കൃത്യമായി പ്ലാൻ ചെയ്തിരിക്കുന്നു. 3 മാസത്തിനുള്ളിൽ ട്രംപിനെ കൊല്ലാൻ വേണ്ടി കൃത്യമായ അജണ്ടയോട് പദ്ധതി രൂപീകരിച്ചത്. എങ്ങനെ എവിടെ വെച്ച് എന്നൊന്നും അറിയില്ല. എന്തായിരുന്നാലും അദ്ദേഹത്തിന് ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊല്ലാനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികളെ ഉപയോഗിച്ച് അദ്ദേഹത്തിന് സ്ത്രീ പീഡന കേസുകളിൽ എപ്പോഴും ഒരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ 55 കോടി കൊടുക്കാനാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. അതേപോലെ ഉള്ള പെൺകുട്ടികളെ ഉപയോഗിച്ചോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ട്രംപിനെ കൊല്ലാനുള്ള പദ്ധതി ഇറാൻ ഇട്ടിരിക്കും. അതേപോലെ നെതന്യാഹുവിനെ കൊല്ലാനും പദ്ധതി ഇട്ടിരിക്കും. 3 മാസത്തിനുള്ളിൽ ആയത്തുള്ള ഖമനിയെ കൊന്നതിന് പകരമായി ഈ 2 നേതാക്കന്മാരെയും കൊല്ലാനുള്ള പദ്ധതി ഇട്ടിരിക്കുന്നു എന്ന് പറയുന്ന വിവരമാണ് മൊസാദ് അമേരിക്കയ്ക്ക് അറിയിച്ചിരിക്കുന്നത്, ട്രംപിനെ അറിയിച്ചിരിക്കുന്നത്. ഇത് അതീവ ഗൗരവമായി തന്നെയാണ് ട്രംപ് കേട്ടത്. ആ കേട്ട ഉടൻ തന്നെയാണ് ഇന്നലെ അമേരിക്ക പ്രഖ്യാപിച്ച യുദ്ധമെല്ലാത്തേക്ക് നിർത്തി. അത്രയും പേടിക്കൊടലാണ് ട്രംപ്. ഇന്ന് അമേരിക്ക ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിച്ചിരിക്കുന്നു. അതേപോലെ നെതന്യാഹുവും വരണ്ടിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ആയത്തുള്ള ഖമനിയുടെ വിലാപയാത്രയിൽ, അദ്ദേഹത്തിൻ്റെ ഖബറടക്കത്തിനുള്ള വിലാപയാത്രയിൽ ലക്ഷക്കണക്കിന് ഷിയ മുസ്ലിങ്ങളായ ആരാധകരാണ് ഇറങ്ങിത്തിരിച്ചത്. ആത്മീയ നേതാവായ അദ്ദേഹത്തിൻ്റെ മരണത്തിൽ പശ്ചിമേഷ്യ മുഴുവൻ ഇളകി മറിഞ്ഞു. പ്രത്യേകിച്ച് ഇറാനും ഇറാഖിലും അതിനെ പ്രതിധ്വനിയും. അമേരിക്ക ചിന്തിച്ച പോലെ ഇവിടെ തമ്മിലടിപ്പിക്കാൻ കഴിഞ്ഞില്ല, മാത്രമല്ല പരസ്പരം അടുപ്പിച്ച് ജനങ്ങളെ തമ്മിലടിച്ച് ഭരണം തെറിപ്പിക്കാനാണ് അമേരിക്ക ശ്രമിച്ചിരുന്നത്. അത് കഴിഞ്ഞില്ല, മാത്രമല്ല അവിടെയുള്ള ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ ആയത്തുള്ള ഖമേനിയുടെ കൊലപാതകത്തിന് ശേഷം ഒറ്റക്കെട്ടായി തന്നു ആ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അമേരിക്കയെ ഞെട്ടിച്ചത്.
ഇറാന്റെ ഈ ആയത്തുള്ള ഖമനേയിക്ക് കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് ആളുകൾ വിലപിച്ചുകൊണ്ട് സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും അടക്കം രംഗത്ത് വന്നപ്പോൾ ഞെട്ടിയത് ട്രംപാണ്. ഇത്രയധികം പിന്തുണയോ? അപ്പോൾ ഞെട്ടിപ്പോയി. അവരവിടെ വെച്ചൊരു വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു നീക്കം അമേരിക്കയിലുള്ള ചില ഏജൻസികൾ, ഇസ്രായേലിലുള്ള ചില ചാരസംഘടനകളുമായി ചാരപ്രവർത്തനം നടത്തുന്ന ആളുകളുമായി പ്ലാൻ ചെയ്തിരിക്കുന്നത് നെതന്യാഹുവിനെയും അതേപോലെ ട്രംപിനെയും 3 മാസത്തിനുള്ളിൽ കൊന്നിരിക്കും എന്നുള്ളതാണ്. നമുക്ക് കാത്തിരിക്കാം. 90 ദിവസമാണ് ഇനി കാത്തിരിക്കാനുള്ളത്. ഇപ്പൊ യുദ്ധം ആരംഭിച്ച് 4 മാസമാവാറായി, എവിടെയും എത്തിയില്ല. അമേരിക്ക തോറ്റുതപ്പിയിട്ട ഏറ്റവും വലിയൊരു യുദ്ധമാണ് ഇറാനോട് ഏറ്റുമുട്ടിയത്. ആയത്തുള്ള ഖമനിയെ കൊന്നുകഴിഞ്ഞാൽ അവിടെ എല്ലാം തകരുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്തമാക്കിക്കൊണ്ടാണ്, അവിടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ പോരാടുന്നത് എന്നുള്ളതാണ് അമേരിക്കയുടെ തലവേദന. നന്ദി, നമസ്കാരം.